ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പിന്മാറിപ്പോകുമോ? ഒരിക്കലും ഇനി മാനസാന്തരം സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തപ്പെടുമോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദൈവം തള്ളിക്കളയുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാപത്തോട് ബന്ധപ്പെട്ട് കുറച്ച് മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒത്തിരി പേർക്ക് അനുഗ്രഹമായി. പക്ഷെ കുറേ പേര് വളരെ വേദനയോടും ഭയത്തോടും കൂടെയൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ദൈവദാസനെ, ഒരിക്കലും ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ലേ? ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പരിധി വരെ പറ്റുന്നുണ്ട്. പക്ഷേ പല സമയങ്ങളിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ അവരോടൊക്കെ സ്നേഹത്തോടെ പറഞ്ഞു, ദൈവം അങ്ങനെയൊന്നും ആരെയും തള്ളിക്കളയത്തില്ല. അപ്പം ഇപ്പം ഈ പറഞ്ഞത് മാനസാന്തരം അസാധ്യമായി മാറുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനങ്ങളെ ആസ്വദിച്ചവർ, 4 കാര്യമാണ് പറയുന്നത്. സ്വർഗീയ ദാനങ്ങളെ ആസ്വദിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ. 4 കാര്യങ്ങളാണ്. അവരെ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുകയില്ല. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിലാണ്. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പിന്മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പോലെയുള്ളൊരു പിന്മാറ്റമല്ല. ദൈവം സ്നേഹവാനാണ്. എല്ലാ വ്യക്തികളും മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പം ഞാൻ ആ പറഞ്ഞവരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൻ്റെ അകത്ത് കരുതി സൂക്ഷിക്കണം. ഒന്ന്, പാപത്തെ ദൈവസന്നിധിയിൽ നീതീകരിക്കാൻ ശ്രമിക്കരുത്. ഏത് പാപ സ്വഭാവമാണെങ്കിൽ, നമ്മളൊക്കെ ഈ ജഡത്തിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൽ പാപങ്ങൾ, തെറ്റുകൾ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും അതിനെ നീതീകരിക്കരുത്. 2, ദൈവസന്നിധിയിൽ പാപബോധത്തോടെയും വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിനെ തരണം ചെയ്യുവാൻ, ആ പാപ സ്വഭാവത്തെ തരണം ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് ദൈവം കൃപ കൊടുക്കും. വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആത്മീക ചിന്തയാണ് ഇന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങൾ അനുഭവിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പിന്മാറിപ്പോകുമോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തെറ്റായ പഠിപ്പീര് നമ്മൾ കാണുന്നത്, യേശുവിനെ അറിഞ്ഞാൽ, ദൈവകൃപയിലേക്ക് വന്നാൽ, നീ പാപം ചെയ്താൽ, നീ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല, ആ പാപം നിൻ്റെ ശരീരത്തെ ബാധിക്കത്തുള്ളൂ, നിൻ്റെ ആത്മാവിനെ ബാധിക്കത്തില്ല, വെറുതെ അങ്ങ് ഏറ്റു പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ക്ഷമിക്കും എന്നൊക്കെയുള്ള കുറച്ച് പഠിപ്പീരുകളുണ്ട്. ഈ പഠിപ്പീരുകൾ യുവതലമുറകളെ പോലും പാപഭയമില്ലാത്തവരായി, ദൈവബോധമില്ലാത്തവരായി അവരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് 10:26 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി പാപത്തിനായി ഒരു യാഗവും ശേഷിക്കുന്നില്ല, ദൈവത്തിൻ്റെ ക്രോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ അപകടകരമായ ഒരു പിന്മാറ്റം, എന്ത് തരത്തിലുള്ള പിന്മാറ്റമാണ്? ആരാണ് ഒരിക്കലും മാനസാന്തരത്തിലേക്ക് പോലും മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ല, മാക്സിമം സിമ്പിളായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതായത് എന്തായിരുന്നു അവരുടെ പ്രശ്നം, നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളതൊന്ന് റിലേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എബ്രായ ലേഖനം എഴുതുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അവരുടെ ചില ആത്മീക പരാജയങ്ങളുണ്ട്.
ആ പരാജയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് പിന്മാറിപ്പോകുമോ എന്ന് ചോദിച്ചാൽ പിന്മാറും. പിന്മാറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത് പിന്മാറിപ്പോയാൽ. അപ്പോൾ പിന്മാറും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉറപ്പായും പിന്മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പിന്മാറിപ്പോകുന്നത്? ഉത്തരം ലളിതമാണ്. അവർ അറിവില്ലാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വചനം അറിയാത്തത് കൊണ്ടല്ല. അറിയാവുന്ന എത്രയോ പേര് പിന്മാറിപ്പോയിട്ടുണ്ട്. അവരറിയാത്തത് കൊണ്ടല്ല. അവരുടെ കാഴ്ചപ്പാടുകൾ മാറി, ലക്ഷ്യം തെറ്റി, ദൈവാത്മശക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകുന്നത് കൊണ്ടാണ് അവർ പിന്മാറുന്നത്. അതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോന്, അവനെ ഞാൻ ഇങ്ങനെ ശിക്ഷിച്ചും ശകാരിച്ചും വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെയൊക്കെ നടത്തുകയാണ്. എൻ്റെ പ്രതീക്ഷ അവൻ നാളെ പക്വതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായി മാറുമെന്നുള്ളതാണ്. ഞാൻ ശിക്ഷിക്കുകയും ഞാൻ ശാസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ അത് കേട്ട് അനുസരിച്ച് എൻ്റെ മോൻ ഞാൻ പറയുന്നതിനനുസരിച്ച് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ വരുന്നുണ്ടല്ലോ. ശരിക്കും കർത്താവ് ചെയ്യുന്നതും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ കീഴടങ്ങി ആ ശാസനകൾ കേട്ട്, ആ ശകാരങ്ങൾ കേട്ട്, ആ ഒരു ദൈവിക പക്വതയിലേക്ക് പോകാനായിട്ട് നമ്മൾ വിധേയപ്പെടുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും. പക്ഷെ നമ്മൾ അനുസരിക്കാതെ മറുതലിച്ച് മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾ കേട്ടില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ നമ്മളും അനുസരണക്കേടിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ പതിയെ പതിയെ പിന്മാറ്റം നമ്മളിൽ ഉണ്ടാകും. ഏത് തരത്തിലുള്ള പിന്മാറ്റമാണ് മടങ്ങി വരവ് അസാധ്യമാക്കി തീർക്കുന്നത്? പറയാം. അതിലേക്ക് അതിൻ്റെ ഒരു 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 പരിധി വരെ ഇവരെത്തി. ആരാ? ഈ എബ്രായ ലേഖനത്തിലെ വിശ്വാസി. അപ്പോൾ അവർക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്താണ് അതൊന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കണം. എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ആത്മീക മന്ദത ഒരു ഗുരുതര രോഗമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ ബാധിച്ച ഒരാത്മീക രോഗമായിരുന്നു മന്ദത. അവർ പിന്മാറിയില്ല, അവർ പിന്മാറ്റത്തിൻ്റെ വക്കിലെത്തി നിൽക്കുക. അപ്പം വീഴ്ചകളുടെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ പറയാം. എബ്രായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ രക്ഷകനും ദൈവവും നാഥനുമായി സ്വീകരിച്ച് പഴയ നിയമത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ഒരുപാട് സഹനങ്ങളിലൂടെ, പീഡകളിലൂടെ ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ആ ജൂയിഷ് ക്രിസ്ത്യൻസ്. അല്ലെങ്കിൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനം ആർക്കാണ് എഴുതിയത്? അവിടെയുള്ള ആളുകൾ ജൂയിഷ് ക്രിസ്ത്യൻസാണ്, യഹൂദ ക്രിസ്ത്യാനികളാണ്. അവരെക്കുറിച്ച് പറയുന്നത് സമ്പത്തുകളുടെ അപഹാരം പോലും അവർ സന്തോഷത്തോടെ സഹിച്ചവരാണ്. അതായത് കർത്താവിനെ പിൻപറ്റിയവരിറങ്ങിയപ്പം അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, അതവർ കണക്കാക്കിയില്ല. വളരെ പീഡയുടെ ഒരു ഭൂതകാലം, വളരെ പോരാട്ടങ്ങളാൽ നിറയപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ഭൂതകാലം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയെല്ലാമാണ് അവരിറങ്ങി അവരുടെ വിശ്വാസത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചത്. പക്ഷെ കാലങ്ങളിൽ അവർക്ക് സംഭവിച്ച പരാജയങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അറിവില്ലാത്തത് കൊണ്ടല്ല, അനുസരണക്കേടുകളും മങ്ങിയ കാഴ്ചപ്പാടുകളും അവരെ നിത്യതയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളഞ്ഞു. അതാണ് പ്രശ്നം. എൻ്റെ വായനയിൽ ഞാൻ ശ്രദ്ധിച്ച 7-8 കൂട്ടം പരാജയങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെ പ്രാധാന്യമെന്ന് തോന്നിയ 3-4 കാര്യങ്ങൾ പറയാം. അത് അവരെ മന്ദതയിലേക്ക് എത്തിച്ചു. ആ മന്ദതയാണ് നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളിലേക്ക് അവരെ എത്തിച്ചത്. അതായത് അവരിറങ്ങിയപ്പോൾ അവർ സ്വർഗീയ ദാനം അനുഭവിച്ചു. ഓരോ വിശ്വാസിയും അവരുടെ
ഐഹിക ജീവിതകാലത്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമി ജീവിക്കുമ്പം അനുഭവിക്കേണ്ട ദൈവാനുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ 4 ഏതാണ്? സ്വർഗീയ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നല്ല വചനം, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി. ആൾക്കാർ ചോദിക്കും, വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ഇവിടെ ആസ്വദിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ഒക്കെ ചെയ്യുമ്പം നമ്മൾ അനുഭവിക്കുന്ന ആത്മീക സന്തോഷമില്ലേ? ആ സന്തോഷം നിത്യതയുടെ സന്തോഷമാണ്. കർത്താവിനോടുകൂടിയുള്ള വാസത്തിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആനന്ദമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇതെല്ലാം നമ്മൾ അനുഭവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. അപ്പം ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടുകൾ എവിടെയാണ് മാറിയത്? ഒന്നാമത്തേത് എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴുകി? അതായത് രക്ഷയുടെ വിലയെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവർ രക്ഷയുടെ വിലയെ അവർ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം പല ആവൃത്തി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രക്ഷയുടെ വിലയെ അവർ മനസ്സിലാക്കാതെ പോയതിൻ്റെ കാരണം യേശുക്രിസ്തുവിലുള്ള അവരുടെ നോട്ടം മാറിപ്പോയതുകൊണ്ടാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഈ നോക്കുക എന്ന് പറഞ്ഞാൽ പോരെ, ശ്രദ്ധിച്ചു നോക്കുക. 2-ാമത്തേത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപികളാൽ ഇങ്ങനെയുള്ള കഷ്ടത അനുഭവിച്ചവനെ ധ്യാനിക്കുക. കണ്ടോ? നോക്കണം, സ്വീകാര്യം മുറുകെ പിടിക്കണം. 12-ലേക്ക് എത്തുമ്പോൾ നോക്കിയാൽ പോരാ, പിടിച്ചാൽ പോരാ, ധ്യാനിക്കണം. അപ്പം ക്രിസ്തുവിലുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിപ്പോയതാണ് അവരുടെ പരാജയത്തിന്, അല്ലെങ്കിൽ അവരുടെ മന്ദതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഇന്നും നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിനെ കണ്ട് ഒക്കെ ഇറങ്ങിത്തിരിച്ച പലരും പിന്നീട് മറ്റു പലതും കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ മങ്ങി മാറി അവർ ആത്മീക മന്ദതയിലേക്ക് എത്തുകയും ഈ ആത്മീക മന്ദത പിന്നീട് നമ്മളറിയാതെ പിന്മാറ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആത്മീക മന്ദതയല്ല പിന്മാറ്റം, ആത്മീക മന്ദത പിന്മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരോട് പറഞ്ഞത്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണം, ഉത്സാഹം കാണിക്കണം. അപ്പം ഉത്സാഹം കാണിച്ചെങ്കിൽ മാത്രമേ ഈ മന്ദത മാറത്തുള്ളൂ. എങ്ങനെ ഉത്സാഹം കാണിക്കണം? കർത്താവിനെ അറിയുന്നതിൽ, കർത്താവിനെ മനസ്സിലാക്കുന്നതിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉത്സാഹം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒന്ന്, അവരുടെ കാഴ്ചപ്പാട് മാറി, രക്ഷയുടെ വിലയെ അവർ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. എവിടെയെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, രക്ഷയുടെ വിലയെ നമ്മൾ തിരിച്ചറിയാതെ, ആ വിലയെ മനസ്സിലാക്കാതെ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹ്വാനം തരികയാണ്. 2-ാമത്തേത് അവരുടെ പാപം എന്ന് പറയുന്നത് അവിശ്വാസം എന്ന പാപമാണ്. അതായത് 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. അപ്പോൾ 3-ന്റെ 12, 13, 14 ഈ വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. കണ്ടോ? അപ്പോൾ അവരുടെ ഹൃദയത്തിലെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേറ്റു, ദുഷ്ടഹൃദയം അവരിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇറങ്ങിത്തിരിച്ചവരിലും ഉണ്ടാകാം. എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇറങ്ങിത്തിരിച്ച പലരും പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. ഇത് പുറമേ ഒരു മനുഷ്യനും കാണാൻ പറ്റത്തില്ല, നമ്മുടെ അന്തർഭാഗത്ത് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ വളരെ ഗൗരവമായി, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ കാണണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൗരവമായിട്ട് ഞാൻ സ്നേഹത്തോടെ പറയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇറങ്ങിത്തിരിച്ച പലരും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് 3-ാമത്തേത്, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടരുത്.
12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴും മുറുകെ പറ്റുന്ന പാപം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പം നമുക്കൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ നമ്മൾ ഇറങ്ങിത്തിരിച്ച നമ്മുടെ ആ ഒരു ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ, നമ്മൾ ലക്ഷ്യം മാറിപ്പോയാൽ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ യേശുവിനെ സൂക്ഷിച്ച് നോക്കണമെന്ന്. അപ്പം എബ്രായ ലേഖനം മുഴുവനും നമ്മൾ നോക്കുമ്പോൾ മഹാപുരോഹിതനായ യേശുവിനെ സൂക്ഷിച്ചു നോക്കണം. വരുവാനുള്ള നന്മകളുടെ പുരോഹിതൻ എന്നാണ് യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ, വിശേഷണ പദങ്ങൾ, അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി നമ്മളുടെ കാഴ്ചപ്പാടുകൾ എവിടെയെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും, എവിടെയെങ്കിലും ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, ദൈവാത്മശക്തി നമ്മളിൽ ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പാപത്തിലേക്കും വലിയ പിന്മാറ്റത്തിലേക്കുമാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ക്ഷീണിച്ചവരായി, മടുത്തവരായി, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് മടുപ്പ് ബാധിച്ചവരായി അവരൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മൾ ഇന്നും കാണുന്നുണ്ടല്ലോ. നമുക്ക് അതൊന്നും ഉണ്ടാകാതിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു മെസ്സേജിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചവർ പിന്മാറിപ്പോയി. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ വിഷയം പറയാം. ഈ നമ്മുടെ കാഴ്ചപ്പാടുകൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മിലുള്ള ദൈവാത്മശക്തിയും കുറഞ്ഞു വരും. അതായത് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയാതെ, ക്രിസ്തുവിനെ ആരാധിപ്പാൻ കഴിയാതെ, യേശു ക്രിസ്തുവിലൂടെ മാത്രമുള്ള രക്ഷയെ ഗണ്യമാക്കാതെ മറ്റു പലതിലേക്കൊരു വ്യക്തി തിരിയുമ്പോൾ അതിന് ആനുപാതികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മശക്തി ആ വ്യക്തിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ, ദൈവാത്മശക്തിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ, ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. അപ്പം അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. അപ്പോൾ കുറച്ചു മുമ്പ് വന്ന ആ ഭാഗത്തിലേക്ക് വളരെ വേഗത്തിൽ വരാം. എന്ത് തരത്തിലുള്ള പിന്മാറ്റമാണ്? എബ്രായ ലേഖനത്തിലെ പിന്മാറ്റം എന്ന് പറയുന്നത് ചെറിയ പാപമോ കള്ളം പറഞ്ഞതോ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ വീഴ്ചകളോ ഒന്നുമല്ല. അവരുടെ പാപം എന്താണെന്ന് ചോദിച്ചാൽ 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 3 ഭയാനകമായ പാപങ്ങളെയാണ് നമ്മൾ കാണുന്നത്. 3 ഭയാനകമായ പാപം. 1 എബ്രായ ലേഖനം 10-ന്റെ 29 നമ്മൾ കാണുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുക. 2-മത്തേത് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് കണക്കാക്കുക. 3 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. എന്താണ് ഈ കൃപയുടെ ആത്മാവ്? കൃപയുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അപ്പം ഒരു വ്യക്തിയെ ഇനി ഒരിക്കലും മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള 3 പാപങ്ങളെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ അവൻ തള്ളിപ്പറയുകയും ക്രൂശ് മരണത്തെ നിഷേധിക്കുകയും യേശുവിൻ്റെ രക്തത്തിന് കൊടുക്കേണ്ടുന്ന വിലയെ കൊടുക്കാതെ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചുകൊണ്ടുള്ള അപകടകരമായൊരു പിന്മാറ്റം. ആ പിന്മാറ്റത്തിൽ പോകുന്നവർക്ക് ഒരിക്കലും മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയത്തില്ല. അവരെ കാത്തിരിക്കുന്നത് ദൈവ ക്രോധവും കോപാഗ്നിയുമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ബലഹീനതകളോ പാപങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് മടങ്ങി വന്നാൽ സ്നേഹവാനായ ദൈവം 2 കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കും. പക്ഷേ യേശുവിനെ തള്ളിപ്പറഞ്ഞ്
ക്രൂശീകരണത്തെ തള്ളിപ്പറഞ്ഞ് ദൈവാത്മാവിനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ പോക്കെന്ന് പറയുന്നത് അത് നിത്യ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്ന ഒരു പോക്കാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എബ്രായ ലേഖനത്തിൽ അവരോട് പറയുന്നത് അവരുടെ മന്ദതയെ അവർ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെ ആ മന്ദതയ്ക്ക് ഉത്സാഹത്തിലൂടെ പരിഹാരം കണ്ടെത്താതെ മുമ്പോട്ട് പോയാൽ അവർ പിന്മാറ്റത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകളും. അപ്പോൾ ഈ പലരും ഇങ്ങനെയുള്ള അപകടകരമായ പിന്മാറ്റത്തിലേക്ക് ഉടനെ എത്തുന്നവരല്ല, ദീർഘനാളുകളിൽ എത്തുന്നവരാണ്. ഞാൻ എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളെ തെറ്റായ നിലയിൽ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകരുത്. ദൈവവചനത്തെ ശരിയായി പറഞ്ഞു തന്ന് നിങ്ങളെ പ്രാർത്ഥനയിലും ആത്മീകമായിട്ടുള്ള മുന്നോട്ട് പോകാനും ഒക്കെ കൈപിടിച്ചുയർത്തുന്ന ആളുകൾ നമുക്ക് സഹായകരമാണ്. പക്ഷെ ചിലരൊക്കെ വേദപുസ്തകത്തെയൊക്കെ കുറ്റം പറഞ്ഞ് യേശു ക്രിസ്തുവിന് എതിരെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറ്റി ഇങ്ങനെയൊക്കെ ഒത്തിരി ചെറുപ്പക്കാരെ പോലും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, ദുരുപദേശങ്ങൾ, പഠിപ്പീരുകൾക്കൊക്കെ അറുതി വരുത്തിയിട്ട് ഗൗരവമായി മുൻപോട്ട് പോകും. എബ്രായ ലേഖനത്തിൽ ആത്മീക മന്ദതയെ ചികിത്സിക്കാനുള്ള വഴി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഉത്സാഹത്തോടുകൂടി മുമ്പോട്ട് പോവുക. എങ്ങനെ ഉത്സാഹം? ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹം, ദൈവവചനം പഠിക്കാൻ ഉത്സാഹം. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഒരു നല്ല ആത്മീക കൂട്ടായ്മ എവിടെയെങ്കിലുമൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടായ്മ മുടക്കരുത്. ഉപവാസ പ്രാർത്ഥനകളും നല്ല ആത്മീക കൂട്ടായ്മകളും നല്ല ആത്മീകരായ സ്നേഹിതരുമൊക്കെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നവരും നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരുന്നവരുമാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മളൊന്ന് കണ്ടെത്തിയാൽ ഏറ്റവും നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദൈവവചന സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വചനം നമുക്ക് ഉറപ്പ് പകരട്ടെ, ധൈര്യം പകരട്ടെ. ഈ ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ അടുത്ത ദിവസങ്ങളിലൊക്കെ ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഒരു നല്ല മനസ്സും നല്ലൊരു മനസ്സാക്ഷിയും ദൈവത്തോടൊരു തുറന്ന മനസ്സും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നന്ദിയോട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആരും നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതേ നിയന്ത്രണം അനുസരിച്ച് ദൈവവചനത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ വിലയെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഈ തിരുവചന സന്ദേശം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ പ്രത്യേകമായ ദൈവകൃപ പകരണമേ. ഈ ദൈവവചനം അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ദൈവാത്മശക്തി വ്യാപരിച്ച് കർത്താവെ കൃപയിൽ മുന്നേറുവാൻ അവർക്ക് കൃപ കൊടുക്കണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. മാറാനാഥ.